ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സമൂഹ നോമ്പുതുറയാണ്. അപ്പോൾ നമുക്ക് സമൂഹ നോമ്പുതുറ കണ്ടിട്ട് വരാം. കീഴുപറമ്പ് പഴമ്പറമ്പ് കളേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 5ാമത് ഇഫ്താർ മീറ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതാ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നണി പ്രവർത്തകരാണ് ഇതാ ഓരോരുത്തരായി ഇങ്ങനെ അണിയറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബിരിയാണി ഇവിടെ തയ്യാറാണ്ടിരിക്കുകയാണ് നോമ്പുതുറയ്ക്കുള്ള. സമൂഹ നോമ്പുതുറ എന്ന് പറഞ്ഞത് നടത്തിയെടുക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിൽ മാത്രമേ നമുക്കിതിന് വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ. അതുവരെ കൊണ്ട് സാധിക്കുന്നുള്ളത് ഇവർ 5 വർഷം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ഈ ഒരു വെയിലിൻ്റെ ചൂടിലും വൈകുന്നേരത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാവരും. വർഷത്തെ കളേഴ്സിൻ്റെ പ്രസിഡന്റ് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം എത്രത്തോളം ആൾക്കാർ ഇതിൽ പങ്കെടുക്കും? 700 ആൾക്കാരുടെ പരിപാടിയാണ്. 700 ആൾ തന്നെ വരും. അജാതി പറച്ചിലാ പറഞ്ഞത് ആണല്ലേ? പരിപാടി ഗംഭീര. ഇത് അഞ്ചാമത്തെ ഓക്കെ. സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും 4 മണിയായെന്നൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കണം. കാരണം അത്രയ്ക്കും വെയിലാണ് ഈ പറമ്പിലുള്ളത്. നോമ്പ് നോറ്റ് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും. എന്നാലും കൊടും വെയിലത്താണ് ഇവർ ടേബിളും സ്റ്റൂളൊക്കെ നിരത്തുന്നത്. ഏതൊരു പരിപാടി വിജയിക്കണമെങ്കിലും നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒത്തൊരുമയാണ്. അത് ഈ ക്ലബിനുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഈ ക്ലബ്ബ്. ഈ ഒരു നോമ്പുതുറയിൽ മാത്രമല്ല കേട്ടോ, മറ്റു പല പരിപാടികളിൽ ഇവരുടെ വിജയം തെളിയിച്ചിരിക്കുകയാണ്. കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫസ്റ്റായിട്ട് പറയണം കേട്ടോ. നാട്ടിലെ ഒരുപാട് രോഗികൾക്ക് ഇവർ സഹായകമായിട്ടുണ്ട്. ക്ലബ്ബ് ചെറുതാണെങ്കിലും ആശയങ്ങൾ വലുതാണ് കേട്ടോ അവരുടെ. പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങളും ഈ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. ഞങ്ങളെ ക്ലബ്ബെന്ന് പറയാം. ഇപ്പോൾ ടേബിളൊക്കെ നിരത്തി പകുതി ആയതുകൊണ്ടിരിക്കുകയാണ്. ഈ വെയിലത്തും തളരാതെ ഇങ്ങനെ പണിയെടുക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണം. നോമ്പർക്ക് നിങ്ങളെ ടീമാണ് വെള്ളം കൊടുക്കൽ, ഫ്രൂട്ട്സ് കൊടുക്കൽ എന്ന് പറഞ്ഞു. ശരിയാണ്? ഫ്രൂട്ട്സ് മാത്രമല്ല, എത്ര വർഷമായിട്ട് ചെയ്യുന്നു ഞങ്ങൾ തുടങ്ങിയ എല്ലാ വർഷവും 5 വർഷം അല്ലേ? ടീം ഇൻറ്റിമേറ്റ് വാട്സപ്പ് കൂട്ടായ്മ. പിന്നെ എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പരിപാടി ഇങ്ങനെ ഇവിടെ വിജയിക്കാനുള്ളൊരു വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കളേഴ്സ് ക്ലബിൻ്റെ പ്രവാസികളാണ്. നമ്മൾ ഇവരെ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ബിഗ് സല്യൂട്ട് നമ്മളെ പ്രവാസികൾക്ക് കൊടുക്കണം കേട്ടോ. ഏതൊരു സമയത്തും ഈ ക്ലബിൻ്റെ താങ്ങായി തണലായി നമ്മുടെ പ്രവാസികളാണ് ഉണ്ടാവാറ്. നമ്മുടെ പ്രവാസികൾക്ക് ഇത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ടേബിൾ നേരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ വത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ 2ഉം 3ഉം തലയിലും കയ്യിലും ഒക്കത്തൊക്കെ വെച്ചാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വത്തക്ക. കാഴ്ചകളൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ അതിലേറെ കൗതുകം ഉണ്ടാവും കേട്ടോ. ഒരു എൻജോയ് വൈബാണ്. നോമ്പുതുറ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പണികൾ, വത്തക്ക കട്ട് ചെയ്യൽ, അങ്ങനെ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യുക, അങ്ങനെ ഓരോരോ പണികളൊക്കെ എടുക്കുന്നത് വേറൊരു രസമാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വത്തക്ക കട്ട് ചെയ്യൽ ഇതാ അവർ തുടങ്ങിയിട്ടുണ്ട്. വത്തക്ക കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടാൽ നമ്മൾ 5:30 എന്നൊക്കെ പറഞ്ഞറിയിക്കേണ്ടി വരും. ഇപ്പോഴത്തെ വെയിലും ഇതൊന്നും അല്ല കേട്ടോ. രാത്രി നമുക്ക് വേറെ എവിടെയും പോയിരിക്കാൻ തോന്നില്ല. പകലൊന്നും ഇവിടെ വന്നിരിക്കില്ലെങ്കിലും രാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കാനേ നമുക്ക് തോന്നുള്ളൂ. കാരണം ഭയങ്കര സുഖമുള്ള കാറ്റായിട്ട് നമുക്ക് ഫോണ് കാണേ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ അതാ മുന്തിരി, ഓറഞ്ച്, അങ്ങനെ ഓരോരോ ഫ്രൂട്ട്സൊക്കെ അതാ ഫ്രൂട്ട്സും കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അതാ അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. വത്തക്കയ്ക്ക് ശേഷം ഇതാ ഫ്രൂട്ട്സ് ഐറ്റമൊക്കെ സെറ്റ് ആക്കുന്ന പരിപാടിയിലാണ് ഇവിടെ. ഫ്രൂട്ട്സ് കഴുകുന്നുണ്ട്. മുന്തിരിയാണ് കേട്ടോ ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയാവണില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ നോമ്പ് നോറ്റ് ഇതൊക്കെ സെറ്റാക്കണ ഇവർക്കൊന്നും ഈ ഒരു കൊതി വരില്ലേ? എനിക്കറിയില്ല കേട്ടോ. അപ്പം അറിയുന്നവർ നമ്മളെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞറിയിക്കണം. ഇത് കളേഴ്സിൻ്റെ എത്രാമത്തെ നോമ്പുതുറയാണ്?
ഇത് 5ാമത്തെ നോമ്പ്. ആണല്ലേ? എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കും? ഇതൊരു 8,000-ൻ്റെ അടുത്ത് പങ്കെടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തോളമൊക്കെ കഴിഞ്ഞ വർഷത്തെ 1,700 ആൾക്കാർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കലാ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 35ഓളം സന്നദ്ധ സംഘടനകൾ ഈ പരിപാടി പങ്കെടുക്കുന്നു. അതെ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം ഈ കണ്ടില്ലേ, ഈ സംസാരിച്ചത് നമ്മളെ കളേഴ്സ് ക്ലബിൻ്റെ രക്ഷാധികാരിയാണ് കേട്ടോ, കുഞ്ഞിക്ക. നമ്മുടെ ക്ലബിൻ്റെ നെടുന്തൂണ് എന്ന് പറയാം. ഈ വർഷത്തെ 4 ജലോത്സവത്തിൽ ക്ലബിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരേ ഒരു വ്യക്തി നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക. നമ്മുടെ കൊച്ചു ചാനലാണ് കേട്ടോ, അധികമൊന്നും ആർക്കും അറിയൊന്നുമില്ല. എന്നാലും നമ്മുടെ ചാനൽ അറിയുന്നവരൊക്കെ ഈ ഞങ്ങളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണേന്ന് പറയുന്നത് കളിയാക്കിയിട്ടാണോ അല്ലാതെയാണോ എന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ചെമ്പ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് അപ്പുറത്തു നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വണ്ടിയിലാണ് നമ്മളത് ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ പരിപാടി ഏകദേശം ടൈം അടുക്കാറായിട്ടോ. അങ്ങനെ ചെമ്പൊക്കെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ചെമ്പിറക്കണ നമ്മളെ ഈ ഗുഡ്സ് നമ്മളെ പഴമ്പറമ്പിലുള്ളതാണ് കേട്ടോ. ഗുഡ്സിൻ്റെ പേര് പഴമ്പറമ്പുകാരൻ എന്നാണ്. അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ വേഗം എത്തും കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ചോദിച്ചാൽ മതി, തരാം. ഇത് നമ്മളെ ബാവക്കാക്ക കേട്ടോ, നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ സുഹൃത്താണ്. ഇത് നമ്മളെ സ്കൂട്ടിയിൽ വരുന്നവരൊക്കെ നമ്മളെ പൊരിയായിട്ട് വരികയാണ്. നോമ്പ് തുറയ്ക്കുള്ള പൊരിയും കൊണ്ട് വരികയാണ് ഇവർ രണ്ടാൾ. നമ്മുടെ പ്രസിഡൻ്റ് അത് എടുക്കാൻ പോയിട്ടുണ്ട്. അത് ഇത് ടാറ്റ എന്ന് പറയും കേട്ടോ. നമ്മൾ 5 വർഷമായിട്ടുള്ള നോമ്പ് തുറയ്ക്ക് സജീവമായിട്ട് സപ്ലൈക്ക് പങ്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇതാ ഇനി ഗുഡ്സിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുടിവെള്ളം ഗുഡ്സിൽ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിയാണ് കേട്ടോ ഒന്നാമതെല്ലാം കവർ ചെയ്ത്. കാരണം അവർക്കൊക്കെ ഇത് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ വിചാരം നമുക്കുണ്ടായത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ടൈം ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുപ്പിവെള്ളം, പ്ലേറ്റ് ഉണ്ട്. പിന്നെ സപ്ലൈക്ക് ഇത് അച്ചാർ, തൈരൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഓരോരുത്തർ ഓരോരോ പണീൻ്റെ ഇടയിൽ കൂടെ ഫോണിൽ ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊരികളൊക്കെ പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സഹായത്തിന് വേറെ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ക്ലബ്ബിൽ തന്നെ എല്ലാവരും നല്ല സഹകരണമായതുകൊണ്ട് ഏകദേശമൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയുണ്ട് ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അയൽവാസിയാണ്, നവാസ്. എടുത്ത് പറയുന്ന അയൽവാസികളായതുകൊണ്ടൊന്ന് പേരൊക്കെ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അത് നമ്മളെ രാഹുൽ. വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ലീവ് എടുത്ത് വന്നതാണ് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട്. വേണ്ടോ, നല്ല രസം, നല്ല സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. വാങ്ക് വിളിക്കാനാകുമ്പോഴേക്കുള്ള സെറ്റാക്കലിൻ്റെ തിരക്കാണ്. ഏകദേശമൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ സെറ്റാക്കാൻ. ഇത് അവരൊക്കെ നമ്മളെ നോമ്പ് തുറയ്ക്കായി വന്നിരിക്കുന്നവരാണ്. തിരക്കിലാണ് എല്ലാവരും, തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആക്കുന്നതിൻ്റെ. ഇത് ഹബീബാണ്. ഇത് ഇവർ പറഞ്ഞടിപ്പിച്ചതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ്. ഏകദേശം ടൈം ആവാറായിട്ടോ. അപ്പോൾ നോക്കിയാണ് ഈ വ്യൂ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മളെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് മറ്റേ പാത്രത്തിലേക്ക് ആക്കി വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഈ ബിരിയാണി വിളമ്പുന്നത് സുരേഷാണ് കേട്ടോ. ഞങ്ങളോ സുരേഷ് എന്ന് വിളിക്കും, പക്ഷേ പേര് ഹുസൈൻകുട്ടി എന്നാണ്. ആളെല്ലാ കാര്യത്തിനും ഭയങ്കര സജീവമാണ് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ട് നമ്മളെ മറ്റേ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പറമ്പ് ആസ്വദിക്കുന്നവരുമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടാറിങ്ങിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തുള്ള സൈഡിലായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടേക്ക് ആക്കിയതെന്ന് വെച്ചാൽ അവിടെ നമ്മളെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ടാർ പണിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് ആക്കിയതാണ് കേട്ടോ. അത് നമ്മൾ കയറി വരുന്ന അവിടെ തന്നെയായിരുന്നു, നമ്മളെ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ടൈമൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതാ ജ്യൂസ് അടി ഇതവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും ജ്യൂസ് അടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടൈം ഇവിടെ അടുക്കാനായല്ലോ. ഈ ഒരു പ്രവർത്തനം തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇവരുടെ ഒരു ഒത്തൊരുമ എത്രത്തോളമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉണ്ട്. ഇത്തരം പ്രവർത്തനമാണ് ഈ നോമ്പുതുറ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്താണ് നിങ്ങളെ ഈ നോമ്പ് തുറന്ന കുറിച്ച് 2 വാക്ക് പറയാം? 800 ആൾക്കാർക്കുള്ള സമൂഹ നോമ്പ് ആണല്ലേ? 800 ആൾക്കാർ 500 ആൾക്കാർ ഒരു ഒറ്റ സമൂഹത്തോടെ സെപ്പറേറ്റ് വേറെ എഴുതിയ കൊടുത്തു. അപ്പോൾ ഇതെല്ലാവരും നിരയായിട്ട് നിന്നിട്ട് ബിരിയാണിയൊക്കെ ടേബിളിലേക്ക് ഓരോരോ ടേബിളിലേക്കായി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈം അടുക്കാറായിട്ടുണ്ടല്ലോ. ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ. മൂടിന്റെ മോളിൽ ഒരുപാട് നിർബന്ധം അതിന് വെച്ചാണ് പോയി. അപ്പോൾ നമ്മൾ ഈ ക്ഷണിച്ച എല്ലാ അതിഥികളും വന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കിന് സെക്കൻഡുകൾ മാത്രം ബാക്കിയാണ്. ഓർഡർ ഇട്ടണല്ലോ. Gracias.
ഉഷാറില്ലല്ലേ ഉഷാറല്ലേ ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ ഓ ഉഷാറല്ലേ ഇവിടെ പറക്കണ വിമാനം പോയിരുന്നു എവിടെ വന്നത് ഇപ്പൊ 4ാമത്തെ കേട്ടോ വരുന്നത് ആരത് നോമ്പർക്കാന്നാ അവരാ എല്ലാവരും പറയട്ടെ ആ പൈസ തന്നെ വിടൂല ഞങ്ങൾ എവിടെ പോയാലും
അങ്ങനെ ലാസ്റ്റ് ഘട്ടമെത്തി, വാങ്കുകളി കേട്ടു, എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങി. സ്ത്രീകൾക്കായിട്ട് സെപ്പറേറ്റ് ടേബിൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അവർ അവിടെ ആ കൂട്ടത്തിൽ വന്നിരിക്കാൻ മടിയായത് കൊണ്ടായിരിക്കാം. നോമ്പുതുറയൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ നോമ്പുതുറ വെറൈറ്റി ആയിട്ട് സുഡാനികൾ വരെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും സുഡാനികളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് നോമ്പുതുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നോമ്പുതുറ അവസാന ഘട്ടത്തിലേക്കായി. എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടേബിളൊക്കെ മടക്കി വയ്ക്കുക, സ്റ്റൂളൊക്കെ എടുത്ത് വെക്കലാണ്. അങ്ങനെ ഭാരവാഹികളൊക്കെ നോമ്പുതുറ എല്ലാവരും പോയതിന് ശേഷം പിന്നെയും കഴിക്കുകയാണ്. അവർക്ക് ഇപ്പോഴാണ് കഴിക്കാനുള്ള ടൈം കിട്ടിയത്. നമ്മളെ ഈ പരിപാടിനെ കുറിച്ച് അഭിപ്രായം പറയും. പരിപാടി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ ഉത്സാഹമായിട്ട് നമ്മളൊരു 750 ആളതിന് പ്രതീക്ഷിച്ചത് 800-850. ഈ പരിപാടിയുടെ അണിയറ പ്രവർത്തകരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.